മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ. നമ്മൾ ഈ വീഡിയോയിൽ ഇനി പുതിയ ഒരു സെക്ഷൻ തുടങ്ങുകയാണ്. HTML. നിങ്ങൾക്കറിയാം അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇത് ഇൻ്റർനെറ്റിൻ്റെ ലാംഗ്വേജായിട്ട് വേൾഡ് മുഴുവൻ അംഗീകരിച്ച ലാംഗ്വേജാണ്. വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് HTML. വെബ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിക് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ HTML മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് HTML അല്ലെങ്കിൽ ഒരു വെബ് പേജിൻ്റെ ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഇൻ്റർനെറ്റിൻ്റെ ലാംഗ്വേജാണ് HTML അഥവാ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ നമുക്കവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. HTML is the most basic building blocks of the web. It defines the meaning and structure of the web content. വെബിലെ എലമെൻറ്റുകളുടെ കണ്ടൻറ്റിൻ്റെ അതിനകത്ത് പല തരത്തിലുള്ളൊരു വെബ് പേജിൽ ഏതെല്ലാം തരത്തിലുള്ള കണ്ടൻറ്റുകൾ വരുമെന്ന് നമുക്കറിയാം. ടെക്സ്റ്റുകളുണ്ട്, ലിങ്കുകളുണ്ട്, ഇമേജസ് ഉണ്ട്, ഓഡിയോസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കണ്ടൻറ്റുകൾ വരാം. ഇതെല്ലാത്തിൻ്റെയും കൂടെ കോമ്പിനേഷൻസ് ആണ് ഒരു വെബ് പേജ്. അപ്പം അത് ഒരു വെബ് പേജ് വേറൊരു വെബ് പേജുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണ്. അങ്ങനെ വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് HTML എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പലർക്കും അതറിയാം. അത് ഇൻട്രസ്റ്റിംഗ് ആണ്, മിക്കവർക്കും ഈസിയാണ്. അപ്പോൾ നമ്മൾക്കത് ഓരോന്നായിട്ട് പഠിക്കണം. അതിന് മുമ്പ് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷനാണ് ഇവിടെ പറയുന്നത്. സോ എന്താണ് HTML എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് വെബ് പേജ്. വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജാണ് HTML എന്ന് പറയുന്നത്. അത് സാധാരണ പോലെ നമ്മൾ ഇത്രയും നാൾ പഠിച്ച പോലത്തെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ അതിൻ്റെ പുറകിലൊരു ലോജിക്കുണ്ട്. അത് അതിനകത്ത് കുറച്ചധികം കൺസ്ട്രെയിൻസ് വരാം, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ വരാം, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വരാം, പിന്നെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ കാൽക്കുലേഷൻസ് വരാം. അതൊക്കെ ചേർന്നിട്ട് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ്. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ കാണും, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് കാണും, അങ്ങനെയൊക്കെയുള്ള റെപ്പറ്റീഷൻ കാണും, അങ്ങനെയുള്ളതാണ്. അപ്പം അത് അങ്ങനെ ആ രീതിയിൽ നമ്മളൊരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കാണാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇതങ്ങനെയുള്ള ലാംഗ്വേജ് അല്ല. ഒരു വെബ് പേജ്, ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ലേഔട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനകത്ത് കണ്ടൻസ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യുന്ന ഒരു വെബ് പേജ് നമ്മൾ സാധാരണ പേപ്പർ കടലാസ് ന്യൂസ് പേപ്പർ പേജുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ന്യൂസ് പേപ്പർ ഡിസൈൻ അതുപോലെ വെബിൽ പേജുകൾ നമ്മളുടെ ഭാവനയ്ക്കനുസരിച്ച്, ഓരോരുത്തരുടെയും ഭാവനയ്ക്കനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് HTML. അപ്പം അതിൻ്റെ കൂടെ സ്ക്രിപ്റ്റിംഗ് കോഡുകളിലൂടെയൊക്കെ ചേർത്ത് നമുക്ക് ഡൈനാമിക് വെബ് പേജൊക്കെ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ HTML മാത്രം മതിയാകും. അപ്പോൾ അത് ടിം ബേണേഴ്സ്-ലീ എന്ന ഒരു ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ് 1991 ഇത് ക്രിയേറ്റ് ചെയ്തത്. ടിം ബേണേഴ്സ്-ലീ ഈസ് ദ ഇൻവെൻറ്റർ ഓഫ് WWW, വേൾഡ് വൈഡ് വെബ്. ഈസ് ഓൾസോ ക്രിയേറ്റഡ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അതിൻ്റെ ആദ്യത്തെ വേർഷൻ കഴിഞ്ഞിട്ട് HTML 2.0 വാസ് ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് HTML സ്പെസിഫിക്കേഷൻ വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1995. ആദ്യം ക്രിയേറ്റ് ചെയ്ത് 1991 പിന്നെ 95 2 ആയത്, പിന്നെ അത് 4 ആയി. ലാസ്റ്റിൽ ഇപ്പോൾ HTML 5 എന്ന വേർഷനാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പറയും സ്റ്റാറ്റിക് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സിമ്പിളായൊരു വെബ് പേജ്, നമ്മുടെ സ്കൂളിനെ കുറിച്ച്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തരുന്നു, അതിനെ ബേസ് ചെയ്തൊരു ചെറിയൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധാ HTML മതിയാവും. അതിൻ്റെ കൂടെ പിന്നെ ഡൈനാമിക് വെബ് പേജ് വേണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ചേഞ്ചസ് വേണം. ഡൈനാമിക്കായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം പോരാ.
സ്ക്രിപ്റ്റിംഗ് കോഡുകൾ ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഓൺലൈൻ വെബ്സൈറ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അതിന് ഡാറ്റാബേസ് വേണം, പിന്നീട് കോഡിങ് വരും, സെർവർ വരും, വെബ് സെർവർ വരും, ക്ലയൻറ്റിൽ വെബ് ബ്രൗസർ വരും. നമ്മളതൊക്കെ നേരത്തെ കണ്ടതാണ്. ബ്രൗസർ വാലിഡേഷന് വേണ്ടി ഉപയോഗിക്കുന്നു, സെർവർ അത് പ്രോസസ്സ് ചെയ്യുന്നു, പിന്നീട് നമുക്ക് ഡാറ്റാബേസിലൂടെ കണക്ട് ചെയ്ത് അവിടുന്ന് ആൻസർ റിട്ടേൺ ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള സൈറ്റുകളുണ്ട്, ഡൈനാമിക് സൈറ്റുകളുണ്ട്, ഇഷ്ടം പോലെ അവൈലബിളാണ്. അപ്പം അതിന് കോഡിങ് കൂടെ സ്ക്രിപ്റ്റുകൾ കൂടെ ആവശ്യമാകും. PHP പോലെയുള്ള സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ജാവാ സ്ക്രിപ്റ്റ് പോലെയുള്ള ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളെക്കുറിച്ചും നമ്മൾ കേട്ടു. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി അതിൻ്റെ കൂടെ ഈ CSS നമ്മൾ പറഞ്ഞു. എന്താണ്, സാധാ HTML-നേക്കാൾ കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് നമുക്ക് ഫാസ്റ്റായിട്ട് സിമ്പിളായിട്ട് നമുക്ക് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് CSS എന്ന് പറയുന്നത്. ഇവിടെ സാധാരണ അതർ ടെക്നോളജീസ് ബിസൈഡ്സ് HTML ആർ ജനറലി യൂസ് ടു ഡിസ്ക്രൈബ് എ വെബ് പേജ് അപ്പിയറൻസ് ഓർ പ്രസൻറ്റേഷൻ. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി റീയൂസ് ചെയ്യാൻ പല കോഡുകളും, അതുപോലെ അപ്പിയറൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി സ്പീഡിൽ എടുക്കാൻ വേണ്ടിയിട്ട് കോഡുകളൊക്കെ സേവ് ചെയ്യാൻ കുറച്ച്, അതായത് ഒരുപാട് കോഡുകൾ ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നമുക്ക് സ്റ്റൈലിഷായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് CSS എന്ന് പറയുന്നത്. അപ്പം സ്റ്റൈൽ ഷീറ്റുകൾ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ചേർന്ന് അഡീഷണലായിട്ട് നമുക്ക് HTML കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആവശ്യമനുസരിച്ച്. എനിവേ സിമ്പിളായ സ്റ്റാറ്റിക് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് മതി? സാധാരണ HTML മാത്രം മതിയാവും. അപ്പോൾ ആ പേരിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കാനുള്ളത്: ഹൈപ്പർ ടെക്സ്റ്റ്, മാർക്കപ്പ് ലാംഗ്വേജ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് നമുക്ക് അറിയാം. ഇവിടെ അഡീഷണലായിട്ട് നമ്മൾ പുതിയതായിട്ട് കാണുന്ന രണ്ട് വേർഡാണ് ഹൈപ്പർ ടെക്സ്റ്റ്, രണ്ടാമത്തെ വേർഡാണ് മാർക്കപ്പ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അടുത്തതായിട്ടൊന്ന് പറയുന്നത്. എന്താണ് ഹൈപ്പർ ടെക്സ്റ്റുകൾ? ഇൻ്റർനെറ്റ് വെബ് പേജിൻ്റെ ഒരു ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഹൈപ്പർ ടെക്സ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ലിങ്കുകളെയാണ് നമ്മൾ നോർമലി ഈ ടെക്നിക്കൽ വേർഡ് കൊണ്ട് പറയുന്നത്, ഹൈപ്പർ ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത്. ലിങ്കുകളെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ താഴെ ഒരു എക്സാമ്പിൾ ഉണ്ട്. നമുക്കത് കാണുമ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ ഞാനിവിടെ വിക്കിപീഡിയ എടുത്ത് വെച്ചിരിക്കുകയാണ്. HTML എന്താണെന്നുള്ളത് HTML-ൻ്റെ വിക്കിപീഡിയ സൈറ്റിനകത്ത് നിന്ന് കുറച്ച് എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ഇതാ കുറേയധികം സ്റ്റേറ്റ്മെൻറ്റ്സ് കാണുന്നുണ്ട്. അതിനുള്ളിൽ ചില ഭാഗങ്ങൾ കണ്ടില്ലേ, ബ്ലൂ കളറിൽ കാണുന്നു. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്, മാർക്കപ്പ് ലാംഗ്വേജ്, HTM, അങ്ങനെ ഇവിടെ കുറച്ച് HTML എലമെൻറ്റ്സ്, അങ്ങനെ ചില വേർഡ്സുകൾ ബ്ലൂ കളറിൽ കാണുന്നുണ്ട്. അതെല്ലാം ലിങ്കുകളാണ്. ഇത് ഇപ്പോൾ വർക്ക് ചെയ്യത്തില്ല. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത ആക്ച്വൽ വെബ്സൈറ്റിൽ ഈ ബ്ലൂ കളറിലുള്ള വേർഡുകളെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഗോ ടു അനദർ പേജ്, വേറൊരു പേജിലേക്ക്. ഇത് വേറൊരു പേജുമായിട്ട് കണക്ട് ചെയ്ത് പോകും. ഇങ്ങനെയുള്ള ഈ ലിങ്കുകളെയാണ്, ടെക്സ്റ്റുകളെയാണ് നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയും നമ്മൾ ക്ലിക്ക് ചെയ്തെല്ലാം ഹൈപ്പർ ടെക്സ്റ്റുകളാണ്. അപ്പോൾ ആ ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലോട്ടുള്ള ലിങ്ക് എക്സ്റ്റേണൽ ലിങ്കുകളാണ്. ഇനി ഒരു പേജിനകത്ത് തന്നെയും ലിങ്കുകൾ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അത് ഇൻറ്റേർണൽ ലിങ്കിങ് എന്ന് പറയും. അതെല്ലാം നമ്മൾ പഠിക്കും പിന്നീട്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്സ്റ്റുകളാണ് ദാറ്റ് ഗീവ്സ് ദ ഇൻഫർമേഷൻ ഓഫ് അതർ പേജ്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗോ ടു അനദർ പേജ്, വേറൊരു പേജിലേക്ക് പോകും. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ സെർച്ച് ചെയ്ത് ലിങ്ക് ചെയ്ത് ഇൻഫർമേഷൻ ഒരുപാട് നമുക്ക് ഇൻ്റർനെറ്റിൽ കൂടെ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. വെബ് പേജിൽ നിന്ന് ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് പോകാൻ നമ്മൾക്ക് നിമിഷ നേരം മതി. ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്രണ്ടിൽ ഇൻഡെക്സ് കാണും, ഇൻഡെക്സ് ഉണ്ട്. ആ ഇൻഡെക്സ് നോക്കിയിട്ടാണ് നമുക്കിപ്പം ഇടയ്ക്കുള്ള ഒരു ചാപ്റ്റർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഇൻഡെക്സ് തരുന്നത്. ഇവിടെ അതുപോലെ ലിങ്ക് ചെയ്ത വേറൊരു പേജിനെ റെഫർ ചെയ്യുന്ന, ലിങ്ക് ചെയ്യുന്ന ചെറിയ ടെക്സ്റ്റുകളാണിത്. അപ്പോൾ അതിനെയാണ് ഹൈപ്പർ ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗോ ടു അനദർ പേജ് കണ്ടെയ്നിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ദിസ് ടോപ്പിക്. ആ ടോപ്പിക്കിനെ കണക്ട് ചെയ്യുന്ന, ഡിസ്ക്രൈബ് ചെയ്യുന്ന
വേറെ പേജിലേക്ക് നമുക്ക് ഈസി ആയിട്ട് വിതിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ നമുക്ക് നെറ്റ് മുഴുവൻ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ പഠിക്കാൻ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള വേർഡ്സാണ് ഹൈപ്പർ ടെക്സ്റ്റ്. ഇങ്ങനെ ഇതിൻ്റെ ഒരു ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഹൈപ്പർ ടെക്സ്റ്റുകൾ യൂസ് ചെയ്യുന്നതാണ് ഒരു വെബ്സൈറ്റ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ആ പേര് തന്നെ അവിടെ വന്നത്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന്. ഹൈപ്പർ ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. റെഫേഴ്സ് ടു ലിങ്ക്സ് ദാറ്റ് കണക്ട് വെബ് പേജസ് ടു അനദർ. ഒരു വെബ് പേജിൽ നിന്ന് വേറൊരു വെബ് പേജിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ലിങ്കുകളെയാണ് എന്ത് പറയുന്നത്, ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഐദർ വിത്തിൻ എ സിംഗിൾ വെബ്സൈറ്റ് ഓർ ബിറ്റ്വീൻ വെബ്സൈറ്റ്. ഞാൻ പറഞ്ഞില്ല, ഇൻറ്റേർണൽ ലിങ്കിങ്ങും ഉണ്ട്, എക്സ്റ്റേണൽ ലിങ്കിങ്ങും ഉണ്ട്. എക്സ്റ്റേണൽ ലിങ്കിങ്ങിനെ നമ്മൾ അങ്ങനെ എക്സ്റ്റേണൽ എന്ന വാക്ക് ഉപയോഗിക്കത്തില്ല, നമ്മൾ അതിനെ ലിങ്കിങ് എന്ന് തന്നെ പറയും, ലിങ്കുകളെന്ന് പറയും. അപ്പോൾ ലിങ്ക് എന്ന് പറഞ്ഞാൽ നോർമലി അത് എക്സ്റ്റേണൽ ലിങ്കാണ്. ഇൻറ്റേർണൽ ലിങ്ക് ആകുമ്പോൾ നമ്മളത് ഇൻറ്റേർണൽ ലിങ്ക് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയും. ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് പോകാനാണ് ഇൻറ്റേർണൽ ലിങ്ക്. വലിയ വലിയ വെബ് പേജുകളാകുമ്പോൾ അത് യൂസ്ഫുള്ളാണ്. ചെറിയ വെബ് പേജിനെ സംബന്ധിച്ച് നമ്മളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന വെബ് പേജിനെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമൊന്നും വലിയതായിട്ട് നമുക്ക് തോന്നുന്നില്ല. എക്സ്റ്റേണൽ ലിങ്ക് ഓക്കെ. അപ്പോൾ ലിങ്കുകളെന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണലിനെയാണ് മെയിനായിട്ട്. ആ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലിങ്കുകളാണ്. അപ്പോൾ ഈ ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വി വിൽ ഗോ ടു അനദർ പേജ്, വേറൊരു പേജിലേക്ക് പോകും. ഇനി അടുത്ത വേർഡാണ് മാർക്കപ്പ് എന്ന് പറയുന്നത്, മാർക്കപ്പ് ലാംഗ്വേജ്. മാർക്കപ്പ് എന്ന് പറയും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. ഇതൊരു വെബ് പേജിൻ്റെ കണ്ടൻറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ കളറ് കൂട്ടുക, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക, ബോർഡർ സെറ്റ് ചെയ്യുക, ടേബിൾ വരയ്ക്കുക, ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയൊക്കെ ഓരോ കണ്ടൻറ്റിൻ്റെ പേജ് ലേഔട്ട് ഡിസൈൻ ചെയ്യാനുള്ള ലാംഗ്വേജാണ്. മാർക്കപ്പ് ലാംഗ്വേജ് റെഫേഴ്സ് ടു ദ വേ ടാഗ്സ് ആർ യൂസ്ഡ് ടു ഡിഫൈൻ ദ പേജ് ലേഔട്ട് ആൻഡ് ദ എലമെൻറ്റ്സ് വിതിൻ ദ പേജ്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ന്യൂസ് പേപ്പർ എഡിറ്റ് ചെയ്യാനായിട്ട് എന്തുമാത്രം നമുക്ക് ഐഡിയാസ്, ക്രമീകരണങ്ങൾ ആവശ്യമാണ്. അതുപോലെ ഒരു വെബിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ്. അവിടെ പ്രോഗ്രാമിംഗ് ലോജിക്കൊന്നും വർക്കൗട്ട് ആവുന്നില്ല, അങ്ങനത്തെ പ്രോഗ്രാമല്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് മാർക്കപ്പ് ലാംഗ്വേജ്. അതിന് നമ്മൾ പ്രധാനമായിട്ട് ടാഗുകളെന്നാണ് പറയുന്നത്. ടാഗുകൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. HTML ടാഗ്സ് എന്ന് പറയും. അതാണ് നമ്മൾ പഠിക്കുന്നത്. ടാഗുകളും ഉണ്ട്, അതിന് ആട്രിബ്യൂട്ട്സും ഉണ്ട്. അപ്പോൾ അതാണ് ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ അങ്ങോട്ട് പഠിക്കുന്നത്. മാർക്കപ്പ് ലാംഗ്വേജസ് റെഫേഴ്സ് ടു ദ വേ tags are used to define page layout and the elements within the page. That is, markup language used for create the structure. ആ പേജിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിമെമ്പർ ദാറ്റ് HTML is not a programming language, it's only a markup language. ഞാൻ പറഞ്ഞല്ലോ, അത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. നമ്മളിപ്പോൾ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്താണ്, പലതരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്താണെന്ന് പഠിച്ചു. പിന്നെ C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് HTML എന്ന് പറയുന്നത്. അത് ഈസിയാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങൾ മിക്കവർക്കൊക്കെ അറിയാവുന്നതുമാണ്. HTML markup consists of several key components including those called tags. ഞാൻ പറയില്ല, ടാഗുകൾ ആണ് ഈ മാർക്കപ്പ് ലാംഗ്വേജ്. ടാഗ് ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. ടാഗുകൾ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ 2 ആരോയിലാണത് കൊടുക്കുന്നത്. ഇതിനകത്താണ് ടാഗുകൾ എഴുതുന്നത്. HTML ടാഗ് എഴുതുന്നത് ഇങ്ങനെ ഇതാണ് ടാഗ് HTML എന്നാണ് റീഡ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ കണ്ടാൽ വായിക്കേണ്ടത് ടാഗ് HTML, എഴുതുന്നത് ഇങ്ങനെ 2 ആരോയ്ക്കുള്ളിലാണ്. മനസ്സിലായി? അപ്പം ഇതാണ്. ഇതിനെ കൂട്ടത്തിൽ ഇവിടെ നമ്മൾ അതിന് ശേഷം ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത് എഴുതും. എന്നിട്ട് അതിന് വാല്യൂസ് ഉണ്ടെങ്കിൽ ആ വാല്യൂയും കൊടുക്കും. അപ്പോൾ ഈ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസിന്. അതിനാണ് ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നത്. പെയറായിട്ടാണ് മിക്കപ്പോഴും ടാഗുകൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഇനി ഇങ്ങോട്ട് പറയും. അപ്പോൾ മാർക്കപ്പ് ലാംഗ്വേജ് കൺസിസ്റ്റ് ഓഫ് സെവറൽ കീ കമ്പോണൻസ്
including those called tags and their attributes, character based data type, character references and entity references. അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. ടാഗുകൾ ഉപയോഗിച്ചാണ് മാർക്കപ്പ് ലാംഗ്വേജ് നമ്മൾ എഴുതുന്നത്. ടാഗുകളെല്ലാം നമ്മൾ പഠിക്കണം, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് പഠിക്കണം. അതേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. അത് പഠിക്കുന്ന വഴി നമ്മൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കും. സോ ഇറ്റ് ഈസ് എ മാർക്കപ്പ് ലാംഗ്വേജ്, ദാറ്റ് ഇസ് നോട്ട് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ആൻഡ് that main attractive part of the HTML is its link, its hypertext. Okay, so each HTML file is a plain text that defines a set of commands for creating hypertext documents. Okay, അപ്പോൾ ഈ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ നമ്മൾ C++ പഠിച്ചപ്പോഴും നമുക്ക് അതിന് IDE ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞ്. നമ്മളതിൻ്റെ ഒരു C++ൻ്റെ IDEയിലാണ്, കമ്പൈലറിലാണ് നമ്മൾ എന്ത് ചെയ്തത്. അത് ടർബോ C ആണെങ്കിൽ, ടർബോ C++ ആണെങ്കിൽ, സോറി ഞാൻ അതിനെ ഓർത്ത് പറഞ്ഞു, ടർബോ C++ ആണെങ്കിൽ അതിന് IDE ഉണ്ട്. ഇനി നമ്മളിപ്പോൾ പഠിച്ച എന്താണ്, ജീനി എഡിറ്റർ ഉപയോഗിച്ചാണ് ഇപ്പോൾ നമ്മൾ ഉബുണ്ടുവിലാണ് നമ്മൾ ചെയ്തത്, ടർബോ വേർഷൻ അല്ല നമ്മൾ ചെയ്തത്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ജീനി എഡിറ്ററിലാണ് നമ്മൾ കമാൻഡ്സ് എഴുതി അതിനെ നമ്മൾ കമ്പൈൽ ചെയ്തു എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് ചില C ആണെങ്കിലും C++ ആണെങ്കിലും അതിന് IDE ഉണ്ട്, ടർബോ വേർഷൻ എല്ലാത്തിലും ഉണ്ട്. അപ്പം ഇല്ലാത്ത കേസിൽ നമ്മൾ ടർബോ അല്ലാതെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താണ്, ഓപ്പൺ സോഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഉബുണ്ടു പോലെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുമ്പം നമ്മൾ ജീനി പോലെയുള്ള അല്ലെങ്കിൽ നോട്ട് പാഡ് അല്ലെങ്കിൽ വേർഡ് പാഡ് അതുപോലെ ഏതെങ്കിലും ഒരു എഡിറ്ററിൽ, ടെക്സ്റ്റ് എഡിറ്ററിൽ ചെയ്തിട്ട് നമ്മൾ C++.cpp കൊടുത്ത് സേവ് ചെയ്ത് അതിനെ കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ആ പ്ലെയിൻ ടെക്സ്റ്റിൽ ഡോക്യുമെൻ്റ് ആക്കി, അതായത് നോട്ട് പാഡ് അല്ലെങ്കിൽ വേർഡ് പാഡ് അല്ലെങ്കിൽ ജീനി എഡിറ്റർ അതുപോലെ ഏതെങ്കിലും ഒരു എഡിറ്ററിൽ HTML കമാൻഡ്സ് എല്ലാം എഴുതിയിട്ട് അതിനെ സേവ് ചെയ്യുമ്പോൾ .html അല്ലെങ്കിൽ .htm എന്ന എക്സ്റ്റൻഷൻ കൊടുത്ത് HTML ഫയലാക്കി സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്ലെയിൻ എഡിറ്ററിലാണ് ഇത് എഴുതുന്നത്, പ്രത്യേകിച്ചൊന്നുമില്ല. HTML എന്ന് പറഞ്ഞ് മാത്രം ഒരു എഡിറ്റർ ഇല്ല. നമ്മൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് അതിനകത്ത് HTML ടാഗുകൾ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുമ്പോൾ .html എന്ന എക്സ്റ്റൻഷൻ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന HTML ഫയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ദീസ് കമാൻഡ്സ് കോൾഡ് HTML ടാഗ്സ്. അതിലുപയോഗിക്കുന്ന കമാൻഡുകളെയാണ് HTML ടാഗ് എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ ഇവിടെ എഴുതി ഇതുപോലെ HTML, അതിന് പേരാണ് /HTML, അതിന് പേരായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കണ്ടെയ്നർ ടാഗ് എന്നൊക്കെ പറയും. ഇങ്ങനെ പേരുള്ള ടാഗുകളുണ്ട്, പേരില്ലാത്ത ടാഗും ഉണ്ട്. അപ്പം എന്താ പറഞ്ഞു വന്നാൽ ഇതിനെയാണ് ടാഗുകൾ എന്ന് പറയുന്നത്. ഒരു ടാഗാണ്. Attributes define additional characteristics or properties of the element such as width, height of an image. അപ്പോൾ attributes എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ HTML ടാഗിന് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഉപയോഗിക്കാനാണ്, അതിനകത്ത് കുറച്ചുകൂടെ എലമെൻറ്റ്സ് ആഡ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇവിടെ പറഞ്ഞില്ലേ, ഹൈറ്റ്, ഒരു ഇമേജിൻ്റെ ഹൈറ്റ്, വിഡ്ത്ത്, ഡീഫോൾട്ട് സെറ്റപ്പ് മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ ഹൈറ്റ് ഇത്ര എന്ന് കൊടുക്കാം, വിഡ്ത്ത് എത്ര എന്ന് കൊടുക്കാം. അങ്ങനെ നമുക്ക് ആട്രിബ്യൂട്ട്സുകൾ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ആട്രിബ്യൂട്ട്സും കൂടി അലോങ് വിത്ത് ദിസ് കമാൻഡ് ടാഗുകളുടെ കൂടി ഉപയോഗിച്ച് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ടാഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഓർക്കേണ്ട ഒരു വാക്കാണ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് ഡിഫൈൻ അഡീഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം നിലവിലുള്ളത് കൂടാതെ നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആട്രിബ്യൂട്ട്സുകൾ അവൈലബിൾ ആണ്. അത് പഠിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പം ഇതെല്ലാം ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് എഴുതി വെച്ച് .html എന്ന് കൊടുത്ത് സേവ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ബ്രൗസറിൽ അത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. Attributes are always specified in the start tag or opening tag and usually consist of name value pairs like name equal to value. അപ്പോൾ നമ്മൾ എഴുതുന്നു എന്തെങ്കിലും
നമ്മൾ ഹൈറ്റ് ഈക്വൽ ടു 12 അല്ലെ ഹൈറ്റ് ഈക്വൽ ടു 120 എന്ന് നമ്മൾ എഴുതും. അപ്പോൾ അതിന് വാല്യൂ ഉണ്ട്. ആ വാല്യൂ എപ്പോഴും ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ അല്ലെങ്കിൽ സിംഗിൾ ഇൻവേർട്ടഡ് കോമയിലായിരിക്കും കൊടുക്കുന്നത്. ആട്രിബ്യൂട്ട്സ് വാല്യൂ ഷുഡ് ഓൾവേസ് ബി എൻക്ലോസ് ഇൻ കൊട്ടേഷൻ മാർക്ക്. കൊട്ടേഷൻ മാർക്ക് ഇട്ടാണ് നമ്മൾ ആട്രിബ്യൂട്ട്സിന് വാല്യൂ കൊടുക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ എഴുതാം. ഒരു ആട്രിബ്യൂട്ട് എൻ്റെ ഇവിടെ ഒരു ടാഗാണ്, ടാഗ് ബോഡി ടാഗാണ്. അതിൻ്റെ ആട്രിബ്യൂട്ടാണ് BG കളർ. അതിൻ്റെ വാല്യൂ ആണ് റെഡ്, ബാക്ക്ഗ്രൗണ്ട് കളർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ BG കളർ. അപ്പോൾ ഈ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആണ് റെഡ്. അപ്പോൾ ഇതാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ബോഡി ടാഗിനകത്ത് നമ്മുടെ ബോഡി ടാഗ് ഉണ്ട്, നമ്മളത് പഠിക്കും. ബോഡി ടാഗിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ടാണ് BG കളർ ഈക്വൽ ടു റെഡ്. ഇനി നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു ആ ഇമേജിൻ്റെ പാത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഒരുപാട് ആട്രിബ്യൂട്ട്സുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രധാനമായിട്ട് പഠിക്കുന്നത് ഇത് തന്നെയാണ്. ടാഗുകളും അതിൻ്റെ ആട്രിബ്യൂട്ട്സും അതിൻ്റെ വാല്യൂസും ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആട്രിബ്യൂട്ട്സ്. ഇതതിൻ്റെ വാല്യൂ. BG കളർ ആട്രിബ്യൂട്ടാണ്, ഇത് അതിൻ്റെ വാല്യൂ ആണ്. ഞാൻ വേറെ കളർ കൊടുക്കാം. അപ്പോൾ ബോഡി എന്ന് പറയുന്നത് ടാഗാണ്, ബോഡി ടാഗാണ്, നമ്മൾ അടുത്ത് പറയും. BG കളർ ആട്രിബ്യൂട്ടാണ്. റെഡ് എന്ന് പറയുന്നത് എന്താണ്? ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആണ്. ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ വാല്യൂ റെഡ് കളറായിട്ട് മാറും. അപ്പോൾ ഇതാണ് ആട്രിബ്യൂട്ട്. അതിനെ കൊടുക്കുന്നത് കണ്ട ഡബിൾ ഇൻവേർട്ടഡ് കോമ അല്ലെങ്കിൽ സിംഗിൾ ഇൻവേർട്ടഡ് കോമയിൽ കൊടുക്കണം. അങ്ങനെ ഈ ടാഗും അതിൻ്റെ ആട്രിബ്യൂട്ട്സും ചേർന്നാണ് HTML എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അത് മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് വ്യത്യസ്തമാണ്. ഹൈപ്പർ ടെക്സ്റ്റുകളാണ് അതിൻ്റെ ഒരു അട്രാക്റ്റീവ് ഫീച്ചേഴ്സ്. അത് ലിങ്കുകളാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം, വെബ് പേജിലെ എലമെൻറ്റ്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ HTML കമ്പൈലേഷനൊന്നും ഇല്ല. HTML ഒന്നും കമ്പൈലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പറയുന്നത് ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ HTML ഡോക്യുമെൻറ്റ്. ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ ഒരു സിമ്പിൾ HTML ഡോക്യുമെൻറ്റിൻ്റെ സ്ട്രക്ചർ എന്താണ്? Any HTML document consists of two parts, two sections. The first part is called head section and the second one is called body section. ഒരു HTML ഡോക്യുമെൻറ്റിന് രണ്ട് പാർട്ടുകളാണുള്ളത്. അത് എക്സാമിനേഷൻ പലപ്പോഴും ചോദിക്കുന്നതാണ്. ഒന്നാമത്തേന് എന്ത് പറയും? ഹെഡർ സെക്ഷൻ എന്ന് പറയും, ഹെഡ്. രണ്ടാമത്തത് ബോഡി സെക്ഷൻ. രണ്ട് പാർട്ടായിട്ട് നമുക്ക് തിരിക്കാം. അപ്പോൾ ആദ്യത്തെ പാർട്ടാണ് ഹെഡ്, രണ്ടാമത്തെ പാർട്ട് ബോഡി. ബോഡിയിലാണ് ആക്ച്വൽ കണ്ടൻസ് മൊത്തം എഴുതുന്നത്. The head is used to define the head section contains the information about the document including the title of the web page. Head എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ ഡോക്യുമെൻറ്റിൻ്റെ ടൈറ്റിൽ എന്താണ് എന്നും കൂടെ ഒക്കെ എഴുതി ചേർക്കുന്ന ആ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സെക്ഷനെയാണ് ഹെഡർ സെക്ഷൻ എന്ന് പറയുന്നത്. അത് ഹെഡ്/ഹെഡ് എന്ന ഒരു പെയർ ഓഫ് ടാഗ് ഉപയോഗിച്ചാണ് അത് എഴുതുന്നത്. അതിനകത്ത് വരുന്ന ടാഗാണെന്ന് ഞാൻ പറയും ടൈറ്റിൽ ടാഗ് ഹെഡിനകത്ത് വരുന്നതാണ്. It is used to define a title of the page. വെബ് പേജിൻ്റെ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇവിടെ കാണാം, പറഞ്ഞു വരാം. It will be displayed on the title bar of the browser window. ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് ബ്രൗസർ വിൻഡോയുടെ ടൈറ്റിൽ ബാറിൽ വരുന്ന ആ പേരാണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ ടൈറ്റിൽ ടാഗിനുള്ളിൽ എഴുതി കൊടുക്കുന്നത് അത് ടൈറ്റിൽ ബാറിൽ
ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ദ ബോഡി ടാഗ് ഈസ് യൂസ്. സെക്കൻഡ് പാർട്ട് ബോഡിയാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഹെഡാണ്. ഹെഡിനുള്ളിൽ വരുന്നതാണ് ടൈറ്റിൽ. ഹെഡ് ക്ലോസ് ചെയ്ത ശേഷമാണ് നമ്മൾ ബോഡി തുടങ്ങുന്നത്. ബോഡി ടാഗ് ഈസ് യൂസ് ടു ഡിഫൈൻ ബോഡി സെക്ഷൻ. ഇപ്പോൾ 2 സെക്ഷനാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ ബോഡി ടാഗ് യൂസ് ചെയ്യാത്ത ഒരു ടാഗ് മാത്രമേ ഉള്ളൂ, ഫ്രെയിം സെറ്റ്. അതിൻ്റെ കൂടെ മാത്രം നമ്മൾ ബോഡി എന്ന ടാഗ് ഉപയോഗിക്കാറില്ല. ബാക്കി എല്ലാ വെബ് പേജ് ക്രിയേഷനും നമ്മൾ ബോഡി ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹെഡ് സെക്ഷൻ വരും, ബോഡി സെക്ഷൻ വരും. ആ ഫ്രെയിം സെറ്റും ഫ്രെയിമും ഉപയോഗിക്കുന്ന വിൻഡോ പാർട്ടീഷന് വേണ്ടിയിട്ടുള്ളതാണത്. ഉപയോഗിക്കുന്ന കോഡുകളുടെ അകത്ത് നമ്മൾ ബോഡി എന്ന് പറഞ്ഞ സെക്ഷൻ എഴുതാറില്ല, ഒഴിവാക്കും. ദ ബോഡി ടാഗ് ഈസ് യൂസ് ടു ഡിഫൈൻ ബോഡി സെക്ഷൻ. ദ ബോഡി കണ്ടെയ്ൻസ് ദ കണ്ടൻസ് ടു ബി ഡിസ്പ്ലേഡ് ഇൻ ദ വെബ് പേജ്. അവിടെയാണ് ആക്ച്വലി നമ്മൾ ടാഗുകളൊക്കെ എഴുതുന്നത്. നമ്മുടെ വെബ് പേജിൻ്റെ അപ്പിയറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് വരുന്ന ടാഗുകൾ ഉപയോഗിച്ചിട്ടാണ്, വെബ് പേജിൻ്റെ ആക്ച്വൽ കണ്ടൻസ്. റിമെമ്പർ ദാറ്റ് HTML അതുകൂടെ ഉണ്ട് ഓർക്കാനും. നമ്മൾ HTML എന്ന് പറയുന്നത് ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് അല്ല. അതായത് കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് C++ ഈസ് എ കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ്. C ഈസ് എ കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ്. അത് കേസ് സെൻസിറ്റീവ് ആണ്. അതായത് അപ്പർ കേസും ലോവർ കേസും രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ. ഇവിടെ HTML അങ്ങനെയല്ല. അതിപ്പോൾ നമുക്ക് HTML എഴുതുമ്പോൾ ടാഗുകൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം, സ്മോൾ ലെറ്ററിൽ എഴുതാം, മിക്സ് ആയിട്ടും എഴുതാം. അപ്പോൾ നമ്മളിങ്ങനെ എഴുതുന്നു. അപ്പോൾ എല്ലാത്തിലും നമ്മൾ എഴുതി കാണിക്കുമ്പോൾ അങ്ങ് ക്യാപിറ്റൽ എഴുതുന്നു, അതൊരു സൗകര്യത്തിനങ്ങ് എഴുതുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇങ്ങനെ HTML എന്ന് എഴുതിയാലും തെറ്റില്ല. ഇത് കറക്റ്റാണ്, മനസ്സിലായി. ഇനി മിക്സ് ചെയ്ത് വേണമെങ്കിലും എഴുതാം. ഇങ്ങനെ എഴുതിയാലും തെറ്റില്ല. H ക്യാപിറ്റൽ, D ക്യാപിറ്റൽ വന്നു, E സ്മോൾ വന്നു. മിക്സ് ചെയ്തൊക്കെ എഴുതിയാലും ഒന്നുമില്ല. ക്യാപിറ്റൽ അതായത് കേസ് ഒന്നും ശ്രദ്ധിക്കത്തില്ല. കമാൻഡിൻ്റെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും എന്നുള്ള ഡിഫറൻസ് ഒന്നുമില്ല. അതാണ് കേസ് സെൻസിറ്റീവ്, നോട്ട് കേസ് സെൻസിറ്റീവ് എന്ന് പറയുന്നത്. HTML ഈസ് നോട്ട് കേസ് സെൻസിറ്റീവ്. അപ്പോൾ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ടാഗ്സ് ക്യാൻ ബി റിട്ടേൺ ഇൻ ഐദർ അപ്പർ കേസ്, ലോവർ കേസ് ഓർ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഇനി ഒരു ചെറിയ ഈ സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ കുറച്ച് കമാൻഡ്സ് എഴുതുവാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എവ്രി HTML ഡോക്യുമെൻറ്റ് സ്റ്റാർട്ടിങ് വിത്ത് എ ടാഗ് കോൾഡ് HTML. HTML എന്ന് പറഞ്ഞ ടാഗാണ്. അല്ലെങ്കിൽ നമുക്ക് സ്മോൾ ലെറ്ററിലും എഴുതാം, മിക്സ് ചെയ്തൊക്കെ എഴുതാം. ഈ ടാഗ് ഉപയോഗിച്ചിട്ടാണ്, ടാഗ് HTML ഉപയോഗിച്ചാണ് എല്ലാ HTML ഡോക്യുമെൻറ്റും തുടങ്ങുന്നത്. അതിനുശേഷം വരുന്നതാണ് ഹെഡ്. ഹെഡിനകത്ത് വരുന്നതാണെന്ന് ഞാൻ പറഞ്ഞു ടൈറ്റിൽ. അപ്പോൾ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വെബ് പേജിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദി വെബ് പേജ് എന്നാണ്. ഇതാണ് ടൈറ്റിലായിട്ട് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായി. ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദി വെബ് പേജ്. ഞാനൊരു പുതിയ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദി വെബ് പേജ്. ഈ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു. ഇത് ക്ലോസിംഗ് ആണ്. സ്ലാഷ് കണ്ടില്ലേ, ഒരു ഫോർവേഡ് സ്ലാഷ് ഇട്ടു, ടൈറ്റിൽ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അതെന്തായിട്ട് മാറും? അത് സ്മോൾ ലെറ്ററിലും എഴുതാവേ. ഇങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല. അപ്പോൾ ഇതിന് പെയറായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനെ കണ്ടെയ്നർ ടാഗ് എന്ന് പറയും. ടൈറ്റിലുണ്ട്, അത് ക്ലോസിംഗ് ഉണ്ട്, സ്ലാഷ് ടൈറ്റിൽ. ഇനി അത് കഴിഞ്ഞിട്ടാണ് ഹെഡ് ക്ലോസ് ചെയ്യുന്നത്, സ്ലാഷ് ഹെഡ്. അപ്പോൾ ഹെഡർ സെക്ഷൻ തീർന്നു. ഹെഡിനകത്ത് വരുന്നത് ടൈറ്റിൽ മാത്രമാണ്. പിന്നെ നമ്മൾ അടുത്ത സെക്ഷൻ തുടങ്ങുവാണ്, ബോഡി. അപ്പോൾ HTML സെക്ഷൻ 2 പാർട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്നതായി ഇവിടെ തീർന്നു, ഹെഡ് സ്ലാഷ് ഹെഡ്. അതിനകത്ത് ടൈറ്റിൽ വന്നു, ക്ലോസ് ചെയ്തു. അടുത്ത പാർട്ട് തുടങ്ങുവാണ് ബോഡി. ബോഡിയിൽ എന്ത് എഴുതുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്ത് പിടിപ്പിക്കുന്നു, അതെല്ലാം നമ്മുടെ വെബ് പേജിൽ വരും. ഹലോ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജസ് എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ വെബ് പേജിൽ എഴുതി വരും. ബോഡി തീർന്നു, ബോഡി ക്ലോസിംഗ് ഉണ്ട്, കണ്ടെയ്നർ ടാഗാണ്, HTML ക്ലോസ് ചെയ്യും. ഇതൊരു വളരെ ചെറിയ സാമ്പിളായിട്ടുള്ള സ്ട്രക്ചർ. ഇതൊരു 2 പാർട്ടാണുള്ളതെന്ന് പറഞ്ഞു. ഒന്നാമത്തെ പാർട്ടിന് നമ്മൾ എന്ത് പറയും? ഹെഡ് പാർട്ട്. രണ്ടാമത്തെ പാർട്ടിന് എന്ത് പറയും? ബോഡി പാർട്ട്. ഈ 2 പാർട്ടുകൾ ചേർന്നതാണ് ഒരു HTML ഡോക്യുമെൻറ്റ് മെയിനായിട്ട്. HTMLനകത്ത് HTML അതിന് ക്ലോസിംഗ് ഉണ്ട്,
/HTML. അതിനുള്ളിൽ ഒന്നാമത്തെ പാർട്ട് ഇത് ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു. 2 പാർട്ടുകൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് വേറെ കളറിൽ കൊടുക്കാം. ഇതൊരു പാർട്ട്, ഇത് രണ്ടാമത്തെ പാർട്ട്. ഈ 2 പാർട്ട് എൻക്ലോസ് ചെയ്യുന്നത് HTML എന്ന ടാഗ് വെച്ചിട്ടാണ്. ഫസ്റ്റ് പാർട്ട്, മറ്റേ സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് ഈസ് കോൾഡ് ഹെഡർ സെക്ഷൻ, സെക്കൻഡ് പാർട്ട് ഈസ് കോൾഡ് ബോഡി സെക്ഷൻ. ബോഡി സെക്ഷൻ ഇങ്ങനെയൊന്നും അല്ല, ഒരുപാട് ബോഡിയിലാണല്ലോ കംപ്ലീറ്റ് ഡിസൈൻ നമ്മൾ എഴുതുന്നത്. മറ്റേതിനകത്ത് ടൈറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. HTML ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ചെറിയ ചെയ്തതിൻ്റെ ഔട്ട്പുട്ടാണിത്. എൻ്റെ ടൈറ്റിൽ വന്നിരിക്കുന്ന കണ്ടില്ലേ, ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദി വെബ് പേജ്. ഇതാണ് ടൈറ്റിൽ ബാർ, നമ്മുടെ വെബ് പേജിൻ്റെ ടൈറ്റിൽ ബാർ. അവിടെയാണ് നമ്മൾ എഴുതി കൊടുത്ത ടൈറ്റിൽ അപ്പിയർ ചെയ്യുന്നത്, വരുന്നത്. ഏതാണ് ടൈറ്റിലായിട്ട് എഴുതി കൊടുത്തത്? ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദി വെബ് പേജ് എന്നല്ലേ നമ്മൾ എഴുതിയ ടൈറ്റിൽ. ഇഷ്ടമുള്ള എഴുതാം. അതാണ് ഇവിടെ കയറി വന്നത്, കണ്ടോ. ഇവിടെയുണ്ട്. പിന്നെ നമ്മൾ എഴുതിയ കണ്ടന്റ് ആണ് ഇവിടെ. ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജ്, ബോഡിയിൽ എഴുതിയത്. ഹലോ വെൽക്കം ടു ദ പേജ് ഓഫ് വെബ് പേജ്, മനസ്സിലായി. അപ്പോൾ അത് ബോഡിയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെറിയ സ്റ്റാറ്റിക് ആയിട്ടുള്ള വെബ് പേജ്, ഇതൊരു വെബ് പേജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അത് ഫയലിൻ്റെ പേരൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാത്തൊക്കെ കണ്ടില്ലേ, sample.html. എക്സ്റ്റൻഷൻ .html എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഫയൽ നെയിം ടെക്സ്റ്റ് ഏതെങ്കിലും ഒരു നോട്ട് പാഡിലോ അല്ലെങ്കിൽ ജീനിയിലോ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ നമ്മൾ ഈ ടാഗുകളെല്ലാം എഴുതിയിട്ട് സേവ് ചെയ്യുന്ന സമയത്ത് ഫയലിൻ്റെ പേര് കൊടുത്ത് എക്സ്റ്റൻഷനായിട്ട് .html അല്ലെങ്കിൽ .htm സ്മോൾ ലെറ്ററിൽ വേണം എഴുതാൻ എക്സ്റ്റൻഷൻ കൊടുക്കണേ. അപ്പോൾ നമുക്ക് സേവ് ചെയ്ത് കിട്ടും. അതിനെ പിന്നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഇത് കമ്പൈലേഷനൊന്നും ഇല്ല, മാർക്കപ്പ് ലാംഗ്വേജ് ഒന്നും ആണ്. സോ അത് കമ്പൈലൊന്നും ചെയ്യേണ്ട, കമ്പൈലും ബിൽഡും ഒന്നും ഇല്ല, ഓർത്തിരിക്കുക. ഇതൊക്കെ ഒരു ചെറിയ ഐഡിയ ഇൻട്രൊഡക്ഷൻ കിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയുന്നത്. ഒരു സാമ്പിൾ സ്മോൾ 2 സെക്ഷനെ പ്രതിപാദിക്കുന്ന ഒരു വെബ് പേജാണ്. നിങ്ങൾക്ക് ഇവിടെ ടൈറ്റിൽ വേണമെങ്കിൽ മാറ്റിയിട്ട് കൊടുക്കാം, നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കാം. ഈ ബോഡിയിലെ കണ്ടൻറ്റ് മാറ്റി കൊടുക്കാം. അങ്ങനെ 5-6 ലൈൻ എഴുതാം. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ വരും. അപ്പോൾ അങ്ങനെയാണ്. ഈ ലിങ്കുകൾ എന്താണെന്ന് മനസ്സിലായല്ലോ, ഹൈപ്പർ ടെക്സ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷനിലുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.